നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇതിഹാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടുകെട്ടിന്റെ കഥയാണ്. എല്ലാം നഷ്ടപ്പെട്ട രണ്ടുപേർ, ഒരാൾ ദൈവം, മറ്റൊരാൾ ഒരു രാജാവ്. വിധി അവരെ ഒരുമിച്ചു കൊണ്ടുവന്നപ്പോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സഖ്യം പിറവിയെടുത്തു. എങ്ങനെയാണ് ഈ അവിശ്വസനീയമായ കൂട്ടുകെട്ട് രൂപപ്പെട്ടത്? നമുക്ക് നോക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങൾക്ക് എത്തിച്ചേരാൻ പോലും പറ്റാത്ത ഒരിടത്തുള്ള ശത്രുവിനെ എങ്ങനെയാണ് പരാജയപ്പെടുത്തുക? ഇത് വെറുമൊരു ചോദ്യമല്ല. അയോധ്യയിലെ രാജകുമാരനായ ശ്രീരാമൻ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെ ഇതായിരുന്നു. അപ്പോ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള യാത്രയാണ് ഈ കഥയുടെ കാതൽ എന്ന് തന്നെ പറയാം. അതെ, നാടുകടത്തപ്പെട്ടവരുടെ ഒരു സംഖ്യം, ഒരാൾ മനുഷ്യൻ, മറ്റൊരാൾ വാനരൻ. അവരുടെ കഥ ദേ ഇവിടെ തുടങ്ങുകയാണ്. നോക്കൂ, രാമന്റെയും സുഗ്രീവന്റെയും വിധി എത്ര സമാനമായിരുന്നു എന്ന്. ഒരാള് നാടുകടത്തപ്പെട്ട രാജകുമാരൻ, മറ്റേയാള് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഒരു വാനര രാജാവ്. ഒരാൾക്ക് ഭാര്യയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി, മറ്റൊരാൾക്ക് സ്വന്തം സഹോദരൻ രാജ്യവും ഭാര്യയും തട്ടിയെടുത്തു. ഈയൊരു പൊതുവായ നഷ്ടം, ഈയൊരു വേദന, അതാണ് അവരെ ഒന്നിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ പരസ്പരം സഹായിക്കാതെ അവർക്ക് രണ്ടുപേർക്കും മുന്നോട്ടൊരു വഴിയുണ്ടായിരുന്നില്ല. അങ്ങനെ അവർക്കിടയിൽ വളരെ നിർണായകമായ ഒരു ഉടമ്പടി രൂപപ്പെട്ടു. ഡീല് വളരെ സിമ്പിളായിരുന്നു. സുഗ്രീവന്റെ ഏറ്റവും വലിയ ശത്രു, സ്വന്തം സഹോദരൻ കൂടിയായ ബാലിയെ വധിക്കാൻ രാമൻ സഹായിക്കും. അതിനു പകരമായിട്ട് രാമന്റെ ഭാര്യ സീതയെ കണ്ടെത്താൻ സുഗ്രീവൻ തന്റെ മുഴുവൻ വാനര സൈന്യത്തെയും വിട്ടുനൽകും. ഇത് വെറുമൊരു കരാറായിരുന്നില്ല, രണ്ടുപേരുടെയും ഭാവി നിർണയിക്കുന്ന ഒന്നായിരുന്നു അത്. അതെ, ഒരു ദൈവത്തിന്റെ ശക്തി പരീക്ഷണം. കാരണം വാക്കുകൾ മാത്രം പോരല്ലോ, വിശ്വാസം വരണമെങ്കിൽ പ്രവൃത്തിയിലൂടെ തെളിയിക്കണ്ടേ? രാമന് തന്റെ കഴിവ് തെളിയിക്കേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷേ സുഗ്രീവന്റെ മനസ്സിലൊരു വലിയ സംശയം ബാക്കിയുണ്ടായിരുന്നു. അതിശക്തനായ ബാലിയെപ്പറ്റി സുഗ്രീവന് നന്നായിട്ടറിയാം. ഈ ശാന്തനായി കാണുന്ന രാജകുമാരന് ശരിക്കും ബാലിയെ തോൽപ്പിക്കാൻ പറ്റുമോ? ആ സംശയം മാറ്റാൻ ഒരൊറ്റ വഴിയേ മുന്നിലുണ്ടായിരുന്നുള്ളൂ, ഒരു ശക്തി പരീക്ഷണം. അങ്ങനെ രാമനെ പരീക്ഷിക്കാനായിട്ട് സുഗ്രീവൻ അദ്ദേഹത്തെ ഒരിടത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു മല പോലെ ഒരു ഭീമാകാരമായ അസ്ഥികൂടം കിടക്കുന്നുണ്ടായിരുന്നു. അത് ദുന്ദുബി എന്നൊരു അസുരന്റേതായിരുന്നു. എന്നിട്ട് സുഗ്രീവൻ പറഞ്ഞു, എന്റെ സഹോദരൻ ബാലി ഇതൊരു കളിപ്പാട്ടം പോലെയാണ് എടുത്തെറിഞ്ഞതെന്ന്. അതായത് അത്രയ്ക്ക് നിസ്സാരമായിരുന്നു ബാലിക്കിത്. പക്ഷെ രാമൻ ചെയ്തത് അക്ഷരാർത്ഥത്തിൽ അവിശ്വസനീയമായിരുന്നു. അദ്ദേഹം ചെറുതായൊന്ന് പുഞ്ചിരിച്ചു, എന്നിട്ട് തന്റെ കാൽവിരലിന്റെ ഒരൊറ്റ തുമ്പുകൊണ്ട് ആ ഭീമാകാരമായ അസ്ഥികൂടം ഒറ്റത്തൊഴി എങ്ങോട്ടേക്ക് പോയെന്നോ? 80 മൈൽ ദൂരേക്ക്. ഇത് കണ്ട സുഗ്രീവന് ശരിക്കും തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നാൽ കേട്ടോളൂ, അതൊരു തുടക്കം മാത്രമായിരുന്നു. സുഗ്രീവന്റെ മനസ്സിൽ ഇനിയൊരു സംശയത്തിന്റെ കണിക പോലും ബാക്കി വെക്കരുതെന്ന് രാമൻ തീരുമാനിച്ചു കാണും. അദ്ദേഹം ഒരൊറ്റ അമ്പെടുത്ത് തൊടുത്തു. ആ അമ്പിന്റെ യാത്രയൊന്ന് കേട്ടുനോക്കൂ. അതാദ്യം 7 കൂറ്റൻ പനമരങ്ങളെ ഒന്നിനു പുറകെ ഒന്നായി തുളച്ചു. എന്നിട്ടോ അവയ്ക്ക് പിന്നിലുണ്ടായിരുന്ന ഒരു പർവ്വതവും പിളർന്നു. അതും കഴിഞ്ഞു പാതാളലോകം വരെ എത്തിയിട്ട് തിരിച്ച് രാമന്റെ ആവനാഴിയിൽ തന്നെ വന്നിരുന്നു. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് സുഗ്രീവന് കാര്യങ്ങൾ വ്യക്തമായി. താൻ കൂട്ടുചേർന്നിരിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനോടല്ല, ഇനിയൊരു രാജാവിന്റെ അന്ത്യത്തിന്റെ കഥ. രാമന്റെ ശക്തിയിൽ പൂർണ്ണ വിശ്വാസം വന്നതോടെ സുഗ്രീവൻ തന്റെ വിധിയെ നേരിടാൻ തയ്യാറായി. അതെ, കിഷ്കിന്ധയിലെ അന്തിമ പോരാട്ടത്തിനുള്ള സമയമായി. രാമന്റെ ആ ശക്തി നേരിട്ട് കണ്ടറിഞ്ഞതോടെ സുഗ്രീവന്റെ ആത്മവിശ്വാസം വാനോളം ഉയർന്നു. അദ്ദേഹം നേരെ കിഷ്കിന്ധയുടെ കവാടത്തിലേക്ക് ചെന്നു. വർഷങ്ങളായി ഉള്ളിലൊതുക്കിയ സങ്കടവും കോപവുമെല്ലാം പുറത്തെടുത്തുകൊണ്ട് ബാലിയെ വെല്ലുവിളിച്ചൊരു ഗർജനം മുഴക്കി. ആ ശബ്ദം ചുറ്റുമുള്ള മലനിരകളെ ഒന്നാകെ വിറപ്പിച്ചു കളഞ്ഞു. പിന്നെ അവിടെ നടന്നത് സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു ഘോര യുദ്ധമായിരുന്നു. ആ പോരാട്ടത്തിനിടയിൽ രാമൻ തന്റെ വാക്കു പാലിച്ചു. ഒരൊറ്റ അമ്പ് കൃത്യമായി ലക്ഷ്യത്തിൽ കൊണ്ടു. അതോടെ കിഷ്കിന്ധയുടെ അധിപനായിരുന്ന ബാലി നിലം പതിച്ചു. അങ്ങനെ രാമൻ തന്റെ വാഗ്ദാനത്തിന്റെ ആദ്യ പകുതി പൂർത്തിയാക്കി. അതോടെ ആ ഉടമ്പടിയുടെ ആദ്യ പകുതി പൂർത്തിയായി. രാമൻ വാക്ക് പാലിച്ചു. സുഗ്രീവനെ കിഷ്കിന്ധയുടെ പുതിയ രാജാവായി വാഴിച്ചു. അങ്ങനെ സുഗ്രീവന്റെ വനവാസവും കഷ്ടപ്പാടുകളും അവസാനിച്ചു. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട രാജ്യവും ഭാര്യയും ബഹുമാനവും എല്ലാം തിരികെ ലഭിച്ചു. ഇനി പാലിക്കപ്പെട്ട വാഗ്ദാനത്തിന്റെ കഥ. രാമൻ തന്റെ കടമ നിറവേറ്റി. ഇനി സുഗ്രീവന്റെ ഊഴമാണ്. രാമനോടുള്ള ആ വലിയ കടം വീട്ടാനുള്ള സമയം. രാജപദവി ഏറ്റെടുത്ത ആ നിമിഷം തന്നെ സുഗ്രീവൻ തന്റെ വാക്കു പാലിക്കാനുള്ള നടപടികൾ തുടങ്ങി. ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. ലോകത്തിന്റെ 4 ദിക്കുകളിൽ നിന്നും തന്റെ മുഴുവൻ വാനരസേനയെയും കിഷ്കിന്ധയിലേക്ക് വിളിച്ചുകൂട്ടി.
അവരെയെല്ലാം പല സംഘങ്ങളായി തിരിച്ച് എല്ലായിടത്തേക്കും അയച്ചു. അവർക്കെല്ലാവർക്കും ഒരൊറ്റ ദൗത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: സീതയെ കണ്ടെത്തുക. രാമനോടുള്ള അദ്ദേഹത്തിന്റെ കൂർ അത്രയ്ക്ക് വലുതായിരുന്നു. അങ്ങനെ ലോകം മുഴുവൻ തെരച്ചിൽ തുടങ്ങി. പക്ഷേ ഈയൊരു ദൗത്യത്തിന്റെ വിധി നിർണയിക്കാൻ പോകുന്നത് ഒരേയൊരാളായിരുന്നു: നമ്മുടെ കഥയിലെ ഏറ്റവും ശക്തനായ, ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ഹനുമാൻ. ദക്ഷിണദിശയിലേക്ക് പോയ സംഘത്തിന് സീത ലങ്കയിലുണ്ടെന്ന വിവരം കിട്ടി. പക്ഷെ എങ്ങനെ അങ്ങോട്ടെത്തും? നടുക്ക് കടലാണ്. അപ്പോഴാണ് ഹനുമാൻ മുന്നോട്ട് വന്നത്. ലങ്കയിലേക്ക് എത്താൻ വേണ്ടി ഹനുമാൻ കടലിനു മുകളിലൂടെ ചാടിയ ദൂരമെത്രയാണെന്നറിയാമോ? 800 മൈൽ. സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ദൂരമാണത്. അത് ഹനുമാന്റെ അപാരമായ ശക്തിയുടെയും രാമനോടുള്ള അടങ്ങാത്ത ഭക്തിയുടെയും ഏറ്റവും വലിയ തെളിവായിരുന്നു. അങ്ങനെ ആ മഹാസമുദ്രം താണ്ടി രാവണന്റെ ലങ്കാനഗരിയിൽ ഹനുമാൻ എത്തി. അവിടെ ദിവസങ്ങൾ നീണ്ട ഒടുവിൽ അശോകവനത്തിൽ ദുഃഖിച്ചിരുന്ന് രാമനെ മാത്രം ധ്യാനിക്കുന്ന സീതാദേവിയെ ഹനുമാൻ കണ്ടെത്തി. ആ ഒരു വലിയ ദൗത്യത്തിന്റെ ഏറ്റവും വൈകാരികമായ ഒരു നിമിഷം തന്നെയായിരുന്നു അത്. ഹനുമാൻ അവിടെ വെച്ച് സീതയ്ക്ക് രാമന്റെ അടയാളമോതിരം നൽകി അവരെ ആശ്വസിപ്പിച്ചു. പക്ഷെ ദൗത്യം അതുകൊണ്ട് തീർന്നില്ല. തിരിച്ചു പോരുന്നതിനു മുൻപ് രാവണന്റെ ഏറ്റവും മികച്ച യോദ്ധാക്കളോട് പോരാടി ലങ്കാനഗരത്തിന് തീയിട്ടു. എന്നിട്ടാണ് ആ നിർണായക വാർത്തയുമായി അദ്ദേഹം മടങ്ങിയത്. ചുരുക്കി പറഞ്ഞാൽ, രാമന്റെ സഖ്യത്തിന്റെ ശക്തി എന്താണെന്ന് രാവണന് ഒരു ചെറിയ സാമ്പിൾ കാണിച്ചുകൊടുത്തു. തിരിച്ച് രാമന്റെ അടുത്തെത്തിയ ശേഷം ആ മഹാനായ ഹനുമാൻ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചില്ല. വളരെ ലളിതമായ 3 വാക്കുകളിൽ കാര്യം പറഞ്ഞു: കണ്ടു സീതയെ. മാസങ്ങളായി വേദനയിലും ദുഃഖത്തിലും കഴിഞ്ഞിരുന്ന രാമന്റെ പ്രതീക്ഷകൾക്ക് വീണ്ടും ജീവൻ വെച്ച ആ ഒരൊറ്റ നിമിഷം. ഓക്കേ, അപ്പൊ ലങ്കയിലേക്കുള്ള പാലം. സീത എവിടെയാണെന്ന് കണ്ടെത്തി. ഇനി അടുത്ത പ്രശ്നം: ഈ കടലെങ്ങനെ കടക്കും? വെറുമൊരാൾക്ക് ചാടിക്കടന്നാ പോരല്ലോ, ഒരു വലിയ സൈന്യത്തെ അപ്പുറത്തെത്തിക്കണ്ടേ? രാമനും സുഗ്രീവന്റെ ലക്ഷക്കണക്കിന് വരുന്ന സൈന്യവും സമുദ്രതീരത്തെത്തി. പക്ഷെ അവർക്കു മുന്നിൽ വഴിമുടക്കി നിന്നത് ആർത്തലയ്ക്കുന്ന മഹാസാഗരമായിരുന്നു. സീതയെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്ന ചിന്തയില് രാമന്റെ ക്ഷമ നശിച്ചു. അദ്ദേഹം സൂര്യനെപ്പോലെ ജ്വലിക്കുന്ന അസ്ത്രങ്ങളെടുത്ത് സമുദ്രത്തിനെതിരെ തന്നെ ഒരു യുദ്ധം തുടങ്ങി. രാമന്റെ കോപത്തിൽ ഭയന്നുപോയ സമുദ്രത്തിന്റെ അധിപനായ സമുദ്രദേവൻ തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ഒരു പോംവഴി നിർദ്ദേശിച്ചു: നിങ്ങളുടെ സൈന്യത്തിലുള്ള നളൻ എന്ന വാനരന് ഈ സമുദ്രത്തിനു കുറുകെ ഒരു പാലം പണിയാനുള്ള കഴിവുണ്ട്. അതോടെ അവസാന യുദ്ധത്തിനുള്ള വഴിയും തെളിഞ്ഞു. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു വശത്ത് ഒരു വാനര സൈന്യം, കടലിനു കുറുകെ പണിയാൻ പോകുന്ന ഒരു പാലം, മറുവശത്ത് രാക്ഷസന്മാരുടെ ഒരു വലിയ നഗരം. ഇനി എന്ത് സംഭവിക്കും? ഈ അസാധാരണമായ സഖ്യത്തിന്റെ ശക്തി വരാനിരിക്കുന്ന ആ വലിയ യുദ്ധത്തിന്റെ ഗതിയെ എങ്ങനെയായിരിക്കും നിർണയിക്കുക?